നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് ഏഷ്യൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരന് ദാരുണാന്ത്യം. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപമായിരുന്നു അപകടം. ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾക്ക് കൂട്ടക്കുരുതി. കായംകുളം BSNL ഓഫീസിൽ 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായി ആക്ഷേപം. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ജന്മനാട് പൗരസ്വീകരണം ഒരുക്കുന്നു. 9-ന് മന്ത്രിയുടെ ജന്മനാടായ കട്ടച്ചൽ ഗ്രാമത്തിലാണ് സ്വീകരണം ഒരുക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപത്താണ് സംഭവം. ടിപ്പർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപത്താണ് സംഭവം. ടിപ്പർ ലോറി കയറിയിറങ്ങിയാണ് 9-ാം ക്ലാസ്സുകാരൻ മരിച്ചത്. ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ പോവുകയായിരുന്നു സൽമാൻ ഫാരിസ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ പല റോഡുകളിലൂടെ വഴിതിരിച്ചാണ് കടത്തിവിടുന്നത്. ഇരുഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ പോകാൻ വീതി കുറവുള്ള റോഡിലാണ് അപകടം സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ജന്മനാട് പൗരസ്വീകരണം ഒരുക്കുന്നു. 9-ന് മന്ത്രിയുടെ ജന്മനാടായ കട്ടച്ചൽ ഗ്രാമത്തിലാണ് സ്വീകരണം ഒരുക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ജന്മനാടായ കട്ടച്ചൽ ഗ്രാമമാണ് പൗരസ്വീകരണം ഒരുക്കുന്നത്. ജൂൺ 9 ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കട്ടച്ചൽ ജംഗ്ഷനിൽ വെച്ചാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കട്ടച്ചൽ മാർബർ സൗമ ഇടവകകാരി ഫാദർ സി വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. പൗരസമിതി പ്രസിഡന്റ് S അശോകൻ സ്വാഗതം ആശംസിക്കും. കട്ടച്ചൽ 10-ാം വാർഡംഗം ലതിക ശിവദാസൻ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടറും ADM-ഉമായ G നിർമ്മൽകുമാർ, നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഗിരൺ S മാറാംകുഴി തുടങ്ങിയവർ പങ്കെടുക്കും. കട്ടച്ചൽ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അതിൻ്റെ പരിസര പ്രദേശത്തുള്ള സ്കൂളുകളിൽ പഠിച്ച് കൊല്ലം SM കോളേജിലൂടെ പഠിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയ പൊതു പ്രവർത്തന രംഗത്ത് സജീവമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് ഇന്ന് കേരളത്തിൻ്റെ 16-ാം നിയമസഭയിൽ തൊഴിൽ, വനിതാ ക്ഷേമ, ശിശു സംരക്ഷണ വകുപ്പ്, ക്ഷീര വികസനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല ഏറ്റ് മന്ത്രിയായി ഇരിക്കെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോട് പലരോടും ആവശ്യപ്പെടുകയുണ്ടായി, നമുക്ക് ജന്മനാട്ടിൽ ഒരു സ്വീകരണ പരിപാടി ഒരുക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പൗരസമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. വരുന്ന ചൊവ്വാഴ്ച 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പ്രൗഢ ഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കി അതിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗത്തെയും നിങ്ങൾ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ആ വേദിയിലേക്ക്, ആ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലോക പരിസ്ഥിതി ദിനത്തിൽ കായംകുളം BSNL ഓഫീസിൽ വൃക്ഷങ്ങൾക്ക് കൂട്ടക്കുരുതി. 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായാണ് ആക്ഷേപം. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. ലോക പരിസ്ഥിതി ദിനത്തിലാണ് കായംകുളം BSNL ഓഫീസിൽ 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായി ആക്ഷേപമുയരുന്നത്. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. എന്നാൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായാണ് ആരോപണം. നടപടികൾ പാലിക്കാതെയാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതെന്നാരോപിച്ച് ജീവനക്കാർ തന്നെ രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം. വീടുകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ.
കൊല്ലം ആശ്രമം നേതാജി നഗർ 74 BSV ഭവനത്തിൽ വിജയിയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം ആശ്രമം കാവടിപ്പുറം നഗറിലുള്ള ആളൊഴിഞ്ഞ 2 വീടുകളിൽ അതിക്രമിച്ചു കയറി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ചെമ്പുപാത്രങ്ങളും നിലവിളക്കുകളും വാട്ടർ ട്രാപ്പുകളും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മോഷണ വിവരം അറിഞ്ഞ് വീട്ടുടമസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ വിജയ് നിരവധി കേസുകളിൽ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്ക് ജില്ലയിൽ നിന്നും ഇയാളെ നാട് കടത്തിയിരുന്നു. ചവറ ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനാചരണവും ഇതോടനുബന്ധിച്ച് നടത്തി. ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. ചവറ അമ്മ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റബോധത്തോടുകൂടി ഏറ്റുപറയുകയാണ്. ഇങ്ങനൊരു സ്ഥാപനം ഏറെക്കാലമാം പ്രവർത്തിച്ചെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ാം നോയമ്പിൻ്റെ അന്ന് ഒരു ചടങ്ങിന് എന്നെ ഇവിടെ ക്ഷണിച്ചപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞതും അതിന് ശേഷമുള്ള പരിചയമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുമായിട്ടുണ്ടായത്. പക്ഷേ എന്നെ വിസ്മയിപ്പിക്കുന്ന നിലയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന മതപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങളുടെ കർത്തവ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് മാതൃകയായി ഞാൻ കാണുന്നത്. ഒരുപാട് പേര് ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ വിനയത്തോടുകൂടി സുധീർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടെങ്കിലും സുധീറൊക്കെ നൽകുന്ന സംഭാവന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് എനിക്കറിയാൻ സാധിച്ചത്. ഷെഹനും എൻ്റെ ഭാഗമായി നിൽക്കുന്നു. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വഴി അതാണ് ദൈവികത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോരുമില്ലാത്തവരെ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഏഞ്ചൽസ് വാലി പ്രസിഡന്റ് സുധീർ നൂർ ഹയാത്ത് അധ്യക്ഷത വഹിച്ചു. അവർക്ക് അഭയം നൽകണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും അത് ചെയ്തു വരികയും ചെയ്യുകയാണ്. അതേസമയം ഓരോ ദിവസവും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വീട്ടിൽ തന്നെ കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക് ഒന്ന് തിരിച്ചു കിടത്താനോ ഒന്ന് കുളിപ്പിക്കാനോ എങ്കിലുമുള്ള ഒരു സൗകര്യം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ഈ സ്ഥാപനത്തിൽ തന്നെ ഇവിടെയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വാഹനമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരു വാഹനം നമ്മൾ തയ്യാറാക്കുകയും ഇവിടെയുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന് പുറമെ പരിസരത്തുള്ള കിടപ്പ് രോഗികളായവർക്ക് അവരെ കൂടി പരിചരിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനം ഒരുക്കുക എന്ന ഒരു ദൗത്യത്തിലാണ് നമ്മളിവിടെ ഒരു വാഹനം തയ്യാറാക്കിയത്. അതിനായി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തന്നെ നമ്മളിവിടെ സംവിധാനിച്ചു. ചെയർമാൻ ഡോക്ടർ ഹാഫിസ് ഷഫീഖ് ജൗഹരി സ്വാഗതം പറഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ മുഖ്യ അതിഥിയായി. ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ പരിസ്ഥിതി ദിനാചരണ സന്ദേശം നൽകി. ഏഞ്ചൽസ് വാലി ജനറൽ സെക്രട്ടറി എ ഷഹീൻ ഷാ പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA നിയാസ്, റഹ്മാൻ മുനമ്പത്ത്, രാധാകൃഷ്ണൻ, സിദ്ദിഖ് മംഗലശ്ശേരി, ഷാഹിദ് മൗലവി, താഷ്കണ്ട് കട്ടിശ്ശേരി, ഫസുലുദ്ദീൻ മുസ്ലിയാർ, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഷ്ടമുടിക്കായലിന് മരണമണി മുഴങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. മാലിന്യം നിറയുന്നതാണ് അഷ്ടമുടിക്കായലിന്റെ ജീവനെ ഇല്ലാതാക്കുന്നത്. രാത്രിയുടെ മറവിൽ വൻതോതിൽ കായലിലേക്ക് മാലിന്യം തള്ളുന്നു. പരിസ്ഥിതി ദിനങ്ങൾ വെറും ആചരണങ്ങൾ മാത്രമായി മാറുമ്പോൾ അഷ്ടമുടിക്കായലിനും മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല.
വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് അഷ്ടമുടി. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടമെന്നും അഷ്ടമുടി കായൽ അറിയപ്പെടുന്നു. അഷ്ടമുടിയുടെ ഓളപ്പരപ്പിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയും സി അഷ്ടമുടി പോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ബോട്ട് സർവീസുകളും സഞ്ചാരികൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് നൽകുന്നത്. കായലിലെ 8 ചെറുദ്വീപുകളുടെ സമൂഹമായ മൺട്രോ തുരുത്ത് ബോട്ട് സവാരിക്കും ഇവിടെ കണ്ടൽക്കാടുകൾ കാണാനും ഏറെ ആളുകളാണ് എത്തുന്നത്. രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടമായി 2002 കായലിനെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ കായലിനെ നവീകരിക്കാനായി കോടികൾ ഇതുവരെ ചെലവഴിക്കുകയും ചെയ്തു. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് കായലിലെ മാലിന്യം നീക്കം ചെയ്യുകയും ആഴം കൂട്ടുന്ന നടപടികൾ നടത്തുന്നുണ്ടെങ്കിലും കായൽ നശിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. മനുഷ്യവിസർജ്യവും വീടുകളിലെ മാലിന്യവും മുടികളും തുണികളുമെല്ലാം രാത്രിയുടെ മറവിൽ കായലിലേക്ക് തള്ളുകയാണ്. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേരിൽ നാട് മുഴുവൻ പ്രചാരണം നടത്തി കായലിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ വരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചു. എന്നാൽ ഇവിടെയെല്ലാം കാടുമൂടി. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോഴും അഷ്ടമുടി ജീവനു വേണ്ടി വിലപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബ്യൂറോ, കൊല്ലം. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ദിനാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം പന്മനയിൽ നടത്തി. പുത്തൻചന്ത ആണുവേലിൽ UP സ്കൂളിലായിരുന്നു പരിപാടി. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് കരുനാഗപ്പള്ളി പന്മനയിൽ നടത്തിയത്. പുത്തൻചന്ത ആണുവേലിൽ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ജില്ലാതല ഉദ്ഘാടനം. കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പം നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഇത്തരം പരിസ്ഥിതി, അതുകൊണ്ട് തന്നെയാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്നത്തെ ദിവസം ഈ ബാങ്കുകാരും അതുപോലെ സഹകരണ യൂണിയനും സർക്കിൾ യൂണിയനും എല്ലാവരും കൂടെ ചേർന്ന് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് തീർച്ചയായും നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയം. അപകടത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ നാട് തകർന്നു പോകും എന്നൊരു ചിന്തയില്ലെങ്കിൽ ഇത് അപകടത്തിൽ ചെന്നെത്തുമെന്നൊരു സംശയമാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം തന്നെ വല്ലാതെ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഒരു പ്രതീക്ഷിക്കുന്നതനുസരിച്ച്. ഇപ്പോഴത്തെ ശരിക്കും സാറ്റലൈറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും കാലാവസ്ഥാ നിരീക്ഷകർ കാലാവസ്ഥയിൽ ഇന്ന മാറ്റങ്ങൾ നാളെ ഉണ്ടാകും മറ്റന്നാളുണ്ടാകും എന്ന് പറയുന്നത്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ സാഹചര്യത്തിനനുസരിച്ച് പറയാൻ കഴിയും. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതുപോലും കൃത്യനിഷ്ഠയോടെ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത്ര വലിയ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള യോഗങ്ങളിൽ ബോധവൽക്കരണം നടത്താനും പ്രത്യേകിച്ച് സ്കൂളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനും സർക്കാരുകൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണം നമ്മുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തിരിച്ചും ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് ബിന്ദു ജി അധ്യക്ഷത വഹിച്ചു. ചവറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോലത്ത് വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വസന്തൻ, ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KC രാജൻ എന്നിവർ വൃക്ഷത്തൈ നടിയിൽ നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ IJ ലക്ഷ്മി, R അരുൺരാജ്, കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ K, അസിസ്റ്റന്റ് രജിസ്ട്രാർ JR ഓഫീസ് കൊല്ലം സജിത്ത്, ആണുവേലിൽ UP സ്കൂൾ പ്രഥമാധ്യാപിക M റഷിയത്ത് BB തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചാരുമൂട്ടിൽ വാഹനാപകടം, ആളപായമില്ല. സ്റ്റേഷനറി കടയിലേക്ക് ജീപ്പ് ഇടിച്ചു കയറിയായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാതയിൽ ചാരുമൂട്ടിലാണ് അപകടമുണ്ടായത്. ചുനക്കര ഭാഗത്തു നിന്നും ചാരുമൂട്ടിലേക്ക് പോയ ബൊലറോ ജീപ്പ് ചാരുമൂടിന് വടക്ക് ഭാഗത്ത് നൌഷാദിന്റെ സ്റ്റേഷൻ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയത്ത് കടയിൽ ആളുകളില്ലാതിരുന്നത് അപകടം ഒഴിവാക്കി. സമീപത്തെ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണു. കടയ്ക്ക് സാരമായ നാശനഷ്ടം സംഭവിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് വാഹനം ഓടിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.
പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരന് ദാരുണാന്ത്യം. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപമായിരുന്നു അപകടം. ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾക്ക് കൂട്ടക്കുരുതി. കായംകുളം BSNL ഓഫീസിൽ 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായി ആക്ഷേപം. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ജന്മനാട് പൗരസ്വീകരണം ഒരുക്കുന്നു. 9-ന് മന്ത്രിയുടെ ജന്മനാടായ കട്ടച്ചൽ ഗ്രാമത്തിലാണ് സ്വീകരണം ഒരുക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.